ലോകം വീണ്ടും ഒരു വൈറസിനെ ഭയക്കേണ്ടി വരുമോ? ആശങ്കയായി ഹാൻഡ വൈറസ്. 150ഓളം യാത്രക്കാരുമായി പോയ MV ഹോണ്ടിയസ് എന്ന ഡച്ച് കപ്പലിലാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനോടകം 3 പേർ മരിക്കുകയും ചെയ്തു. രോഗം ബാധിച്ചവരിൽ 2 പേർ ഇന്ത്യക്കാരാണെന്നും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ മാസം തെക്കൻ അർജന്റീനയിലെ സുവായയിൽ നിന്നാണ് കപ്പൽ പുറപ്പെട്ടത്. ഈ സമയം ആർക്കും രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് വിവരം. വൈറസ് ബാധയുടെ വിവരം പുറത്തുവന്നതോടെ കോവിഡ് പോലൊരു മഹാമാരിയായി ഹാൻഡ മാറുമോ? വീണ്ടും ലോകം ലോക്ക്ഡൌണിലേക്ക് പോകുമോ എന്നൊക്കെയാണ് ആശങ്കയോടെ ലോകം ഉറ്റുനോക്കുന്നത്. എന്താണ് ഹാൻഡ വൈറസ്? 1970കളിൽ കൊറിയയിലെ ഹാൻഡാൻ നദീതീരത്താണ് ഈ വൈറസിനെ ആദ്യമായി തിരിച്ചറിഞ്ഞത്. ഇങ്ങനെയാണ് ഇതിന് ഹാൻഡ വൈറസ് എന്ന പേര് ലഭിച്ചത്. പിന്നീട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗം പകരുന്നതെങ്ങനെ? വൈറസ് ബാധയേറ്റ എലിയുടെ മൂത്രം, വിസർജ്യം, ഉമിനീർ എന്നിവയിലൂടെയാണ് രോഗം പകരുന്നത്. വായിലൂടെയും സ്പർശനത്തിലൂടെയുമാണ് രോഗം മനുഷ്യരിലേക്ക് എത്തുന്നത്. കൊറോണ വൈറസിനെ പോലെ ഇത് സാധാരണയായി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതല്ല. പ്രധാന ലക്ഷണങ്ങൾ: വൈറസ് ബാധ നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 2 ഘട്ടങ്ങളിലായാണ് ലക്ഷണങ്ങൾ കാണുക. 5 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന കടുത്ത പനി, തലവേദന, പേശിവേദന, തലകറക്കം, വയറുവേദന, ഛർദി എന്നീ ലക്ഷണങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടാകുക. 2ാം ഘട്ടത്തിൽ ശ്വാസം മുട്ടൽ, ചുമ എന്നിവ അനുഭവപ്പെടുന്നു. ഇത് മരണകാരണമായേക്കാവുന്ന ഗുരുതര അവസ്ഥയാണ്. ഹാൻഡ വൈറസിന് പ്രത്യേക വാക്സിനുകളൊന്നും നിലവിലില്ല. ലക്ഷണങ്ങൾ അനുസരിച്ച് ചികിത്സ നൽകുകയാണ് ചെയ്യുന്നത്. പ്രതിരോധ മാർഗങ്ങൾ: വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നത് വഴി എലിയെ അകറ്റാം. എലിയുടെ വിസർജ്യവും മറ്റും ശ്രദ്ധയിൽപ്പെട്ടാൽ അവ വൃത്തിയാക്കുമ്പോൾ മുൻകരുതലെടുക്കുക. അത്തരം സന്ദർഭങ്ങളിൽ മാസ്കും കൈയുറകളും നിർബന്ധമായി ധരിക്കുക. ശ്രദ്ധിക്കുക, ഭയമല്ല വേണ്ടത്, ജാഗ്രതയാണ്.